സ്ട്രീം ഡൗൺ സ്ട്രീം ഇതിന്റെ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്ട്രീം എന്ന് പറയാൻ നമുക്കറിയാം, മൂവിങ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം എന്ന് പറഞ്ഞത്. ഇനി അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ മൂവിങ് വാട്ടറിന്റെ അപ്വേർഡ്, ഇതാണ് അപ്വേർഡ് സ്ട്രീം. അപ്സ്ട്രീം എന്ന് പറയുന്നത് അതായത് മാത്രമല്ല, അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്ടറിന്റെ ഡയറക്ഷനും നമ്മുടെ ബോട്ടിന്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീമിന്റെ പ്രോബ്ലം നോക്കാം. സ്ട്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, മൂവിങ് വാട്ടർ ഇൻ എ റിവർ ഈസ് കോൾഡ് എ സ്ട്രീം. ഇനി ഇതിൽ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ബോട്ട് പോകുന്ന ഡയറക്ഷനും നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ കണ്ടോ, ബോട്ടിന്റെ ഡയറക്ഷൻ, സ്ട്രീം നമുക്കറിയാം പുഴയൊക്കെ ഒഴുകുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഒഴുകും അല്ലെ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആയിരിക്കും പുഴ അങ്ങനെ ഒഴുകി പോവുക. അങ്ങനെയാണ് പോകുന്നത് വിചാരിച്ചു. ഇതില് ഒരു ബോട്ട് പോവുകയാണെങ്കിൽ ഈ ബോട്ട് പുഴയുടെ ഇത് പുഴയിൽ ഒഴുകുന്ന ആ വെള്ളത്തിന്റെ അതേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, അതിന് വിളിക്കണം, ആ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം. ഇനി ഓപ്പോസിറ്റ്, അതായത് പുഴ ഒഴുകുന്നത് ഇങ്ങോട്ടും ബോട്ട് പോകുന്നത് ഇങ്ങോട്ടും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അപ്സ്ട്രീം. അപ്സ്ട്രീം. കണ്ടോ, റിവർ ഒഴുകുന്നത് റൈറ്റ് സൈഡിലേക്ക്, ബോട്ട് പോകുന്നത് ഓപ്പോസിറ്റ്, അപ്പൊ അതിനെന്ത് വിളിക്കും, അപ്സ്ട്രീം. റിവർ പോകുന്നത് റൈറ്റ് സൈഡിലേക്ക്, ബോട്ട് പോകുന്നത് റൈറ്റ് സൈഡിലേക്ക്, അപ്പൊ എന്ത് വിളിക്കുന്നതിന്, ഡൗൺ സ്ട്രീം. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയും, നിങ്ങൾ ആലോചിച്ചാൽ മതി, ബോട്ടും റിവറും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ ഡൗൺ സ്ട്രീം എന്ന് വിളിക്കും. അപ്പൊ നമുക്കറിയാലോ, ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ ബോട്ട് സ്പീഡിൽ പോവും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ സ്പീഡ്, ബോട്ടിന്റെ സ്പീഡ് നമുക്കറിയാം, വെള്ളത്തിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്താണ് പുഴയാണെങ്കിൽ നമ്മുടെ സ്പീഡ് കുറയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഓപ്പോസിറ്റ് പോകുമ്പോൾ നമ്മൾ അപ്സ്ട്രീം എന്ന് പറയും. അപ്പോൾ ആ ബോട്ടിന്റെ എഫക്റ്റീവ് സ്പീഡ് കുറയുകയാണ് ചെയ്യുക. ഇനി വെള്ളത്തിന്റെ അതേ ഒഴുക്കിൽ പോവുകയാണെങ്കിൽ എന്ത് പറയും, ഡൗൺ സ്ട്രീം എന്ന് പറയും. ഡൗൺ സ്ട്രീമിൽ എന്ത് ചെയ്യും, ആ സ്പീഡിന്റെ ബോട്ടിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്സ്ട്രീം ബോട്ടും റിവറും ഡിഫറെന്റ് ഡയറക്ഷൻ, അപ്പൊ അവിടെ നെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് കുറയും. ഇനി ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ബോട്ടും റിവറും ഒരേ ഡയറക്ഷനിൽ നെറ്റ് സ്പീഡ് ഓഫ് ദി ബോട്ട് കൂടും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ടൈം ചിലപ്പോൾ പറയും, അപ്സ്ട്രീമിൽ പോകുമ്പോൾ നമുക്കറിയാം ടൈം കൂടുതൽ എടുക്കും അല്ലെ. അപ്പൊ അപ്സ്ട്രീമിലുള്ള ടൈം ഡൗൺ സ്ട്രീമിനേക്കാളും 1 hour കൂടുതലാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഡൗൺ സ്ട്രീമിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ കുറെ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതെന്ന് ചോദിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീമില് റിസൾട്ടന്റ് സ്പീഡ് ഓഫ് ദ ബോട്ട് കുറയും, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ആയിട്ട് എടുക്കും. നമുക്ക് സ്പീഡിന്റെ കേസ് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ബോട്ടിന്റെ സ്പീഡ് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. അതായത് ബോട്ടിന്റെ സ്പീഡ് എക്സ് ആണെന്ന് വിചാരിക്കാം. സ്റ്റിൽ വാട്ടറിൽ എക്സ് km/h ആണ് ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. ഞാൻ ഇവിടെ മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടു, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എക്സ് എന്ന് എടുക്കാം. സ്പീഡ് ഓഫ് സ്ട്രീം അത് വൈ എന്ന് എടുക്കാം. ഓർത്ത് വെക്കാം, സ്പീഡ് ഓഫ് ബോട്ട് എക്സും സ്പീഡ് ഓഫ് സ്ട്രീം വൈയും. ഇനി അപ്സ്ട്രീം ആണെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് കുറയുകയും ചെയ്യുക. ബോട്ടിന്റെ സ്പീഡ് എക്സ് എന്ന സ്പീഡ് കുറയും, സോ എക്സ് മൈനസ് വൈ. ഇനി ഡൗൺ സ്ട്രീം ആണെങ്കിലോ ബോട്ടിന്റെ സ്പീഡ് കൂടും, അപ്പൊ എക്സ് പ്ലസ് വൈ. ഇത്രയും കാര്യം നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ബോട്ടിന്റെ സ്പീഡ് എക്സ്, സ്റ്റിൽ വാട്ടർ പറഞ്ഞ സ്റ്റേഷനറി വാട്ടർ, സ്ട്രീം വെള്ളം ഒഴുകാത്ത സമയത്തുള്ളത്. ഇനി അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ വെള്ളം ഒഴുകുന്നുണ്ട്, അപ്പൊ അതില് പക്ഷെ ഡയറക്ഷൻ വ്യത്യാസമാണ്. ബോട്ടിന്റെ ഡയറക്ഷനും റിവറിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആവുമ്പോൾ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയും. അപ്പൊ നെറ്റ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഡിക്രീസസ്. ഇനി ബോട്ടിന്റെ ഡയറക്ഷനും റിവറിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ നമ്മളത് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് എക്സ് പ്ലസ് വൈ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വേണ്ട 1-2 ഇക്വേഷൻ കൂടിയുണ്ട്. ടൈം ഇസ് ഡിസ്റ്റൻസ് നമുക്കറിയാം. സ്പീഡ് ഇസ് ഈക്വൽ ടു നമുക്കറിയാലോ ഡിസ്റ്റൻസ് ബൈ ടൈം. ചിലപ്പോൾ ചില കേസിൽ നമുക്ക് ചിലപ്പോൾ നേരെ തിരിച്ചു വേണ്ടി വരും. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വേണ്ടി വരും. ചിലപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ് ഒക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻസ് കൂടി നമുക്കിവിടെ സ്യൂട്ടബിൾ ആയ ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ടൈമിന്റെ ബേസിൽ പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുക്കേണ്ടി വരും. സ്പീഡിന്റെ ബേസിലുള്ള ഇക്വേഷൻ ചിലപ്പോൾ അവിടെ ഡിസ്റ്റൻസ് ബൈ ടൈം എടുക്കേണ്ടി വരും. ഇത്രയൊന്നും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോ ഡൗൺ സ്ട്രീം നമുക്ക് രണ്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ
എന്താ ഈ അപ്സ്ട്രീമിന്റെ ടൈം രണ്ട് ടൈമൊക്കെ വരികയാണെങ്കിൽ അപ്സ്ട്രീമിന്റെ ടൈം നമുക്ക് T1ഉം അപ്സ്ട്രീം ടൈം T1ഉം ഡൗൺ സ്ട്രീം ടൈം നമുക്ക് വേണമെങ്കിൽ T2 എന്നും കൊടുക്കാം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും കേട്ടോ, എപ്പോഴും വേണമെന്നില്ല, ക്വസ്റ്റ്യന്റെ ഇതനുസരിച്ചിരിക്കും. അപ്സ്ട്രീം ടൈം നമുക്ക് T1ഉം ഡൗൺ സ്ട്രീം ടൈം നമുക്ക് T2 എന്നും എടുക്കാം. ഓർത്ത് വയ്ക്കുക, അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയാം, സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാകുമ്പോൾ തന്നെ ടൈം കൂടുതലെടുക്കും. മനസ്സിലൊന്നും ഓർത്ത് വയ്ക്കുക, ലോജിക്കലി T1 ആയിരിക്കും മിക്കവാറും നല്ല T1 ആണ് കൂടുതൽ വരിക. മനസ്സിൽ ഓർത്ത് വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ അറിയാതെ T2 - T1 ഒക്കെ എഴുതി പോകും. അപ്പോൾ ഓർത്ത് വെക്കുക, അപ്സ്ട്രീമിന്റെ ടൈം കൂടുതലെടുക്കും. കാരണം എന്താ, അപ്സ്ട്രീമിൽ മെല്ലെ സ്പീഡ് കുറവാണ്. സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ടൈം കൂടുതൽ വേണ്ടി വരും. അതും കൂടി ലോജിക്കലി ഓർത്ത് വെക്കുക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. എ പേഴ്സൺ ക്യാൻ സ്വിം ഇൻ വാട്ടർ വിത്ത് എ സ്പീഡ് ഓഫ് 13 km/h in still water. If the speed of the stream is 4 km/h, streamന്റെ സ്പീഡ് 4 km/h, what will be the time taken the person to go 68 km downstream? ഓർത്ത് നോക്കൂ, പേഴ്സൺ, ഇവിടെ ബോട്ടിന് പകരം പേഴ്സൺ ആണെന്ന് മാത്രം. പേഴ്സൺ സ്വിം ചെയ്യാണ്, ബോട്ട് റിവറിൽ പോകുന്ന പോലെ ആ പേഴ്സൺ ഇവിടെ റിവറിൽ സ്വിം ചെയ്യാണ്. അപ്പൊ പേഴ്സന്റെ സ്പീഡ് നമുക്ക് എന്തെടുക്കാം, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ ഞാൻ അതിനോട് മാച്ച് ചെയ്ത് പറയാണ് കേട്ടോ. പേഴ്സന്റെ സ്പീഡ് എക്സ് ആയിട്ട് എടുത്തു. അത് എത്രയാ, 13 km/h സ്റ്റിൽ വാട്ടറിൽ കേട്ടോ. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം നമ്മൾ വൈ ആയിട്ട് എടുത്തു. വൈ എത്രയാ, 4 km/h അല്ലെ. ഇനി എന്താ, ഡൗൺ സ്ട്രീം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ സ്പീഡ് എന്താ വരിക, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കൂടുകയാണ് ചെയ്യുക അല്ലെ. എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് 13 + 4 ദാറ്റ് ഈസ് 17 km/h. അപ്പൊ നോക്കൂ, അയാളുടെ നെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി, റിസൾട്ടന്റ് സ്പീഡ് എന്തായിട്ട് മാറി, ഇപ്പോ 17 km/h. നമുക്ക് ഉറപ്പാണ് റിവറിന്റെ അതേ ഡയറക്ഷനിൽ പോകുമ്പോൾ അയാളുടെ സ്പീഡ് കൂടും. അതാണ് അതിന്റെ ലോജിക്ക്. ഇനി നമുക്ക് എന്ത് എഴുതാം, ടൈം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ. നമുക്ക് ആ ഡിസ്റ്റൻസിൽ എത്ര ഡിസ്റ്റൻസ് ആയിട്ട് നീന്തണം, 68 km ആയിട്ട് കവർ ചെയ്യണം. ക്വസ്റ്റ്യൻ എന്താ, ടൈം എത്ര എടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാ, 68, സ്പീഡ് എത്രയാ, 17. സോ 68/17 ഈസ് ഈക്വൽ ടു 4 hours. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, എ സ്പീഡ് ബോട്ട് ഹൂസ് സ്പീഡ് ഈസ് 15 km/h in still water. അപ്പൊ എന്താ അതിന്റെ അർത്ഥം, ഇവിടെ എക്സ് ഗിവൺ കണ്ടു, എക്സ് തന്നിട്ടുണ്ട്, എക്സ് ഗിവൺ ആണ്. നമുക്കപ്പോ എക്സ് എന്നുള്ള വേരിയബിൾ നമ്മൾ വേണമെന്നില്ല, എക്സ് ഗിവൺ ആണ്. ഇനി എത്ര കിലോമീറ്റർ പോകണം അയാൾക്ക്, 30 km പോകണം. എത്ര സ്പീഡില്, ഡൗൺ സ്ട്രീമില്. ഡൗൺ സ്ട്രീം പറയുമ്പോൾ എന്ത് ചെയ്യും, ആ ബോട്ടിന്റെ സ്പീഡ് കുറയും നമുക്ക് മനസ്സിലോർത്ത് വെക്കാം. ആൻഡ് കം ബാക്സ്, തിരിച്ചു വരണം. കം ബാക്ക് അതായത് 30 km മുമ്പിലേക്കും പോകണം, അതേപോലെ 30 km അയാൾക്ക് തിരിച്ചു വരണം, സെയിം പോയിന്റിലേക്ക് തിരിച്ചു വരണം. അപ്പൊ അവിടെയും എന്താണ്, അങ്ങോട്ട് പോകേണ്ട രണ്ട് ഡയറക്ഷനും ഡിസ്റ്റൻസ് 30 ആണ്. 30 km അപ് സ്ട്രീമിലും പോകണം, 30 km ഡൗൺ സ്ട്രീമിൽ അയാൾക്ക് വരണം. ഇനി അപ്പൊ അതിൽ എത്ര ടൈം എടുത്തെന്നാ പറയണേ, ടോട്ടൽ 4 hours 30 minutes എടുത്തു. ഇങ്ങനെ ശ്രദ്ധിക്കണം, ഈ 4 hours 30 minutes എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടും ഒരേ യൂണിറ്റിൽ, അത് രണ്ടും അവറിൽ വേണം യൂസ് ചെയ്യാൻ. അതായത് 4 hours + 30 minutes എന്ന് പറയുമ്പോൾ 4 hour + 30 minutes. അപ്പൊ ഇതിനെ അവർ ആക്കാൻ എന്ത് ചെയ്യണം, 4 hour + മിനിറ്റിന് അവർ ആക്കാൻ എന്ത് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 1/2 കിട്ടും. അപ്പൊ എന്തായി, 4 hour + ½ hour. അപ്പൊ എന്തായി, 4 + ½ അല്ലെ, 4 + ½ hour എന്ന് കിട്ടും. 4 + ½ hour. ഈ 4 + ½ പറഞ്ഞാൽ എന്താ, 2 × ക്രോസ് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 2 × 4 8 + 1 ഡിവൈഡ് ബൈ 1 × 2 അതായത് 9/2 hour. കണ്ടോ, അപ്പൊ ഞാൻ ഈ മിനിറ്റിനെ കൂടി എന്താക്കി മാറ്റി, ഇപ്പൊ ഫുൾ വാല്യൂ അവറിലാണ്. അപ്പൊ ഞാൻ ഈ മിനിറ്റും സെക്കൻഡും ഒക്കെ എന്ത് ചെയ്യണം, അതിനെ ഒരേ യൂണിറ്റിലേക്ക് അവറിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന് തന്നെ ഇവിടെ എക്സ് കൊടുക്കാം.
ഇവിടെ നമുക്ക് എക്സും വൈ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം എക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 2 വേരിയബിൾ വേണ്ട, ഒരു വേരിയബിൾ മതി. ആ വേരിയബിൾ നമുക്ക് എന്തിനു കൊടുക്കാം? നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്പീഡ് നമ്മൾ അതിനെ കൊടുക്കുക. ബോട്ടിന് എക്സും ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിൽ എക്സും സ്ട്രീമിന്റെ വൈയും അല്ലേ കൊടുക്കുന്നത്. ഇവിടെ പക്ഷെ ഒരു വേരിയബിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു വേരിയബിൾ അല്ലേ ആവശ്യമുള്ളൂ, അത് നമുക്ക് എക്സ് എടുക്കാം. അപ്പൊ വൈയുടെ സ്ഥാനത്ത് നമ്മൾ എക്സ് എടുക്കുന്നു. ഒരൊറ്റ വേരിയബിൾ മതി. നമ്മൾ എപ്പോഴും വേരിയബിൾ ഒന്നാണെന്ന് നമ്മൾ എക്സ് അല്ലേ പൊതുവെ ചൂസ് ചെയ്യാം, എക്സ് എടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാം അപ്സ്ട്രീം സ്പീഡ്. എന്ത് ചെയ്യും? അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 15. ഇത് മിസ്റ്റേക്ക് ആണ്. 15 എന്ത് വരും? മൈനസ് എക്സ്. അപ്സ്ട്രീം സ്പീഡ് എന്താ പറയാ? മൈനസ് എക്സ്. ഡൗൺ സ്ട്രീം സ്പീഡ് എപ്പോഴും കൂടുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ എത്രയാ? 15 പ്ലസ് എക്സ്. ഡൗൺ സ്ട്രീം സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ 15 പ്ലസ് എക്സ്. ടോട്ടൽ ടൈം, നമുക്ക് ടൈം ആണ് ഇവിടെ തന്നത്, ടോട്ടൽ ടൈം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ടൈമിന്റെ ഇക്വേഷൻ എഴുതണം. ടൈമിന്റെ ചേഞ്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ടൈമിന്റെ ഇക്വേഷൻ എഴുതാം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ബൈ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ മൈനസ് ആണ്. ഡിസ്റ്റൻസ് ബൈ അപ്സ്ട്രീം. ഒരു സെക്ഷൻ, ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ ബോട്ട് ഈസ് മൂവിംഗ് 2 കിലോമീറ്റർ എഗെയിൻസ്റ്റ് ദ കറന്റ് ഓഫ് ദ സ്ട്രീം ഇൻ 1 hour and moves 1 kilometer in the direction of the current in 10 minutes. How long will it take the boat to go 5 kilometer in stationary water? Stationary water എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റിൽ വാട്ടറിൽ. കുറച്ച് ഒന്നുകൂടി വായിക്കാം. എ ബോട്ട് ഈസ് മൂവിംഗ് 2 kilometer against the current. അപ്പൊ ആ ടേംസ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടവര്. എഗെയിൻസ്റ്റ് ദ കറന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്ട്രീമിന്റെ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ ബോട്ട് പോകുന്നത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ സ്ട്രീം ഇങ്ങോട്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ അതിനെന്താ വിളിക്കുക? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അപ്സ്ട്രീം എന്ന് വിളിക്കും അല്ലെ. അപ്സ്ട്രീം എന്നല്ലേ വിളിക്കുക ഓപ്പോസിറ്റ് സൈഡ് ആകുമ്പോ. അപ്പൊ ബോട്ട് പോകുന്നത് ഏതിലാണ്? അപ്സ്ട്രീം അല്ലെ. അപ്സ്ട്രീമില് എത്രയാണ് പറഞ്ഞിരിക്കണേ? 2 കിലോമീറ്റർ 1 hourൽ. 2 കിലോമീറ്റർ 1 hourൽ. 2 കിലോമീറ്റർ 1 hour പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടില്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. എത്രയാണ് കവർ ചെയ്തേ? 2 കിലോമീറ്റർ എത്രയിലാണ്? 1 hourൽ. ഓക്കെ, 2 കിലോമീറ്റർ 1 hourൽ. അപ്പൊ നമുക്ക് ആ എന്താണ് അപ്സ്ട്രീമിന്റെ സ്പീഡ് കിട്ടി. ഇനി നേരെ ഒന്നും കൂടി ഉണ്ട്. ആൻഡ് മൂവ്സ് 1 കിലോമീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. സെയിം ഡയറക്ഷൻ നമ്മൾ എന്താ വിളിക്കുക? ഡൗൺ സ്ട്രീം. അപ്പൊ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? 1 കിലോമീറ്റർ ഇൻ 10 minutes. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 കിലോമീറ്റർ 10 minutes. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് എത്രയാ? 1 കിലോമീറ്റർ അല്ലെ. ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എത്രയാ? അവിടുത്തെ ടൈം എത്രയാ കിട്ടുന്നത്? ടൈം കിട്ടുന്നത് 1 ഡിവൈഡഡ് ബൈ 10. 1 ഡിവൈഡ് ബൈ 10 minutes എന്ന് പറയുമ്പോൾ എന്താ? 10 minutes നമ്മൾ എന്താക്കി എഴുതണം? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ ബോട്ട് ഈസ് മൂവിംഗ് 2 kilometer against the current of the stream in 1 hour and moves 1 kilometer in the direction of the current in 10 minutes. How long will it take the boat to go 5 kilometer in stationary water? നമുക്കറിയാം, നമുക്ക് രണ്ട് ക്വാണ്ടിറ്റി അവിടെ വേണ്ടത് എന്താ? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ദ സ്ട്രീം. ഇത് നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരിക്കലും. അപ്പൊ ഇതിലിപ്പോ ഏതെങ്കിലും തന്നിട്ടുണ്ടോ? സ്പീഡ് ഓഫ് ദ ബോട്ട് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്റ്റിൽ വാട്ടർ തന്നിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എക്സ് വാല്യൂ തന്നിട്ടില്ല. ഇനി എന്തില്ല? സ്പീഡ് ഓഫ് ദി സ്ട്രീം തന്നിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 വേരിയബിളും ഇവിടെ യൂസ് ചെയ്യാം. എങ്ങനെ? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, സ്പീഡ് ഓഫ് ദ സ്ട്രീം വൈ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് 2 വേരിയബിളും വേണം ഇവിടെ. 2ന്റെ വാല്യൂ തന്നിട്ടില്ല, അപ്പൊ 2 വേരിയബിൾ യൂസ് ചെയ്യാം. ഇനി ഇവിടെ തന്നിരിക്കുന്ന കേസ് ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. ടൈമിന്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ടൈമിന്റെ ബേസിൽ, അതായത് 1 hour എന്താ എഗെയിൻസ്റ്റ് ദ കറണ്ടും പിന്നെ 10 minutes ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ടും ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്ന് മനസ്സിലായത് എന്താ? എഗെയിൻസ്റ്റ് ദ കറണ്ട് എന്ന് പറയുമ്പോ അത് എന്തായി? അപ്സ്ട്രീം അല്ലെ. എഗെയിൻസ്റ്റ് പറഞ്ഞ